ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് കോഴിക്കോട് പോവുകയാണ്. അവിടെ എൻ്റെ കൂട്ടുകാർ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ എന്നെ അങ്ങോട്ട് വിളിച്ചേക്കാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിയാണിത്. സ്കൂളാണ് കേട്ടോ. അന്നത്തെ വെച്ച് നോക്കുമ്പോൾ സ്കൂളിൽ നല്ല മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സ്കൂള് ഹോസ്റ്റൽ അടുത്തായത് കൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വരാനും പോകാനൊക്കെ നല്ല എളുപ്പമായിരുന്നു. ഞങ്ങളുടെ വീടിൻ്റെ പരിസരത്തൊന്നും സ്കൂളില്ലാത്തതുകൊണ്ട് മിക്കവാറും ഹോസ്റ്റലിലായിരുന്നു നിന്ന് പഠിച്ചിരുന്നത്. ഇതുപോലെ ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടെ, നോക്കട്ടെ എത്ര പേരുണ്ടെന്ന്. ചാലക്കുടിയിലെത്തിയിട്ടാണ്. ഫുഡ് കഴിച്ചതിന് ശേഷം ഒരു അവക്കാടിയും കുടിച്ചിട്ട് ഞാൻ നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയി ടിക്കറ്റും എടുത്തു നേരെ ട്രെയിനിൽ കയറി. കുറച്ച് നേരം ഞാൻ എഴുന്നേറ്റ് നടന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ചേച്ചി കുറേ പേപ്പറുകൾ കൊണ്ട് ഓരോരുത്തർക്കായി കൊടുക്കുന്നത് കണ്ട്. അക്കൂട്ടത്തിൽ എനിക്കും കിട്ടി ഒരെണ്ണം. ഭർത്താവ് TV പിടിച്ച് മരിക്കുകയും തനിക്ക് ചെവി കേൾക്കാനോ സംസാരിക്കാനോ കഴിയില്ല, 3 പെൺകുട്ടികളാണോ ഉള്ളതെന്നും പറഞ്ഞു. ഇല്ലാത്തതാണോ ഉള്ളതാണെന്ന് അറിയില്ല. വായിച്ചപ്പോൾ സങ്കടം തോന്നി. അങ്ങനെ ഞാൻ എൻ്റെ കയ്യിലിരുന്ന് ഒരു 50 രൂപ എടുത്ത് കൊടുത്തു. അങ്ങനെ ഞാൻ കോഴിക്കോട് എത്തിയിട്ടാണ്. ട്രെയിനിൽ മാത്രമല്ല, റെയിൽവേ സ്റ്റേഷനിൽ നല്ല തിരക്കായിരുന്നു. അങ്ങനെ അവർ ലൊക്കേഷൻ എനിക്ക് അയച്ചു തന്നു. ഞാനൊരു ഓട്ടോ വിളിച്ച് ഈ ലൊക്കേഷനിലേക്ക് പോയി. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഫുഡ് കഴിച്ചു. നല്ല ക്ഷീണമുണ്ടായിരുന്നത് കൊണ്ട് തന്നെ റൂമിൽ പോയി റെസ്റ്റ് എടുത്തു. അങ്ങനെ ഭക്ഷണം കഴിക്കാനും കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനും വേണ്ടിയിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ മിഠായി തെരുവിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു. സ്ഥലങ്ങളൊക്കെ ചുറ്റി കറങ്ങി കണ്ടു. സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്തതിന് ശേഷം ഞങ്ങളൊരു ഓട്ടോ വിളിച്ച് ഹോട്ടലിൽ പോയി ബിരിയാണി കഴിച്ചു. ശേഷം റൂമിൽ പോയി. പിറ്റേ ദിവസം രാവിലെ ബാഗൊക്കെ പാക്ക് ചെയ്ത് 3 പേരും 3 ജില്ലകളിലായി പിരിഞ്ഞു.